ഹലോ ഗായ്സ്, വെൽക്കം അഗെയിൻ. കിച്ചുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ വീഡിയോയ്ക്കകത്ത് പറയാൻ വിട്ടുപോയി. ഞാൻ അതും കൂടെ അതിൽ ഉൾപ്പെടുത്താമെന്ന് കരുതിയിരുന്നു, പക്ഷേ സാധിച്ചില്ല. വേറെ ഭീകരമായ കാര്യമൊന്നുമല്ല. റിതപ്പൻ അവൻ്റെ അനിയൻ അവനെ കാണാൻ വേണ്ടി പോയി. കാണാൻ പോയ സമയത്ത് മോശം എക്സ്പീരിയൻസ് ഉണ്ടായി എന്നൊന്നും പറയുന്നില്ല. രേണുവിനെ വിളിച്ച് ചോദിച്ചപ്പോൾ കൊച്ചിനെ കൊണ്ടുപോയിക്കോളാൻ രേണു അനുവാദം കൊടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നെ ഈ തങ്കപ്പൻ എന്ന് പറയുന്ന വ്യക്തി കൊച്ച് വീട്ടിൽ വന്ന സമയത്ത്, കിച്ചു വീട്ടിൽ വന്നപ്പോൾ അവരെവിടെ എറണാകുളത്ത് എങ്ങോട്ട് പോകാൻ നിൽക്കുമായിരുന്നു അത്രേ. അപ്പോൾ വന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, ഇനി പൊക്കോ എന്ന് പറയുകയും കൊണ്ടുപോകണമെങ്കിൽ അനുവാദം രേണുവിൻ്റെ ഭാഗത്തുനിന്ന് വിളിച്ച് ചോദിക്കണം എന്നും പറയുകയുണ്ട്. അതിലൊരു വശം നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവളോട് ചോദിക്കാതെ വിട്ട് കഴിഞ്ഞാൽ തനിക്ക് പ്രശ്നമാകുമോ എന്നുള്ള ചിന്ത കൊണ്ട് മകളെ പൊട്ടിത്തെറിക്കുകയോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയോ വേറെ എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്ത് അടുത്ത വല്ല കോൺട്രവേഴ്സി ആവുമോ എന്ന ഭയം കൊണ്ടായിരിക്കാം, കൺസേൺ കൊണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പഴയതെല്ലാം വെച്ചിട്ട് മതി, ഇങ്ങനെ കണ്ടാൽ മതി എന്നുള്ളതാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. പക്ഷേ ആ വീഡിയോയിലുടനീളം നമ്മളെ റിതപ്പൻ മൂഡ് ഓഫ് ആയിരുന്നു, ഒട്ടും ഓക്കെ അല്ലായിരുന്നു, വിഷമത്തിലായിരുന്നു, ആകെ തകർന്നൊരവസ്ഥയിലാണ്. ആരും ഇല്ലാതെ ഒരു അലോൺനെസ്, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു കുട്ടീനെ പോലെ ഫീൽ ചെയ്തു. ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു അവനെ കണ്ട് ഒരുപാട് അകൽച്ചയുള്ള പോലെയും തോന്നി എനിക്ക്. കാരണം പണ്ടത്തെ ആ ഒരു ഹാപ്പിനെസ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക, തുള്ളിച്ചാടി കളിക്കുക, പാട്ട്, കഴിഞ്ഞ വീഡിയോയിലുള്ള ആ ഒരു സന്തോഷകാര്യമൊന്നും ആ കുട്ടീൻ്റെ മൂത്തില്ല. എന്തൊക്കെയോ ഒരു താല്പര്യക്കുറവോ നിസ്സഹായ അവസ്ഥയോ വിഷമങ്ങളോ ഒക്കെയാണ് അവൻ്റെ വീഡിയോയിലുടനീളം ഒത്തിരി പേര് അത് മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. കൊച്ചിനെന്തോ ഭയങ്കര വിഷമമുണ്ട്, ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ. അമ്മയില്ല, കൂടെ അച്ഛനില്ല, ചേട്ടനില്ല, സഹോദരീൻ്റെ മക്കളുടെ കൂടെയാണ് ആ റിതപ്പൻ കളിച്ച് വളരുന്നത്. ഒരപ്പൻ്റെയും അമ്മേൻ്റെയും സ്നേഹവും കെയറും കാര്യങ്ങളും കിട്ടേണ്ട പ്രായത്തിൽ അതിനകത്ത് കിട്ടുന്നില്ല. അമ്മേൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ ഫോണാണ് അതിനൊരു ആശ്രയം. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ ആ കുട്ടീൻ്റെ മനസ്സിലും സന്തോഷത്തിലും കുഞ്ഞു മനസ്സിലും ഉണ്ടാവും. അതായിരിക്കാം ഒരുപക്ഷെ പ്രകടമായത്. എന്താണെന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. എന്താണെങ്കിലും നമുക്ക് കിച്ചുവിൻ്റെ ആ ഒരു വീഡിയോൻ്റെ അവസാന ഭാഗത്തിൽ അവൻ പറയുന്നതും ഒക്കെ ഒന്ന് കാണാം. അപ്പം നമ്മൾ റിതപ്പനെ കൊണ്ടാക്കി തിരിച്ച് ഇതിന്റെ ഇടയ്ക്ക് അപ്പൊ അങ്ങനെ നമ്മൾ റിതപ്പനെ കൊണ്ടാക്കി നമ്മൾ തിരിച്ച് പോകുന്നു. എല്ലാരും ഹാപ്പി. നമ്മളിവിടെ വന്നപ്പോ ആദ്യം റിതപ്പനും ഇവരെല്ലാരും കൂടെ എറണാകുളത്തോടെ പരിപാടി തന്നെ അമ്മ എന്താ അവിടെ ഉള്ള രീതിയിൽ നിന്ന്. അപ്പൊ ആദ്യം ഞങ്ങൾ വിചാരിച്ച് ഇപ്പനെ പോവല്ലേ, നടക്കത്തില്ല എന്നുള്ള രീതിയിൽ കടയിൽ കൊണ്ട് പോയിട്ട് വരാന്നുള്ള ഇതിൽ നിന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ നൈസായിട്ട് പപ്പ വിളിച്ചു ചോദിച്ചപ്പോ പപ്പ ആദ്യം പറഞ്ഞ് നടക്കത്തില്ല, ഇപ്പൊ കണ്ടില്ലേ ആ രീതിയിൽ പൊക്കോ. അപ്പൊ പിന്നെ എന്താ അമ്മയുടെ അടുത്ത് കണ്ട് ചോദിക്കാൻ പറഞ്ഞ, അങ്ങനെ അമ്മേനെ വിളിച്ച് അമ്മയുടെ ചോദിച്ചപ്പോ അമ്മ കൊണ്ടുപോക്കോളം പറഞ്ഞ, അങ്ങനെ ഞങ്ങള് കൊണ്ടുപോയതാണ്. അങ്ങനെ അവൻ ഹാപ്പിയാന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ നേരെ വിളിച്ച് ഞങ്ങളെ കൊണ്ടുപോയാ എല്ലാരും ഹാപ്പി. പിന്നെ രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ എവിടെ കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഇനി ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പണ്ടോട്ടെ കാണുന്നതാണെങ്കിൽ ഒരു 3 പേരെ, അപ്പം എനിക്ക് 3 പേരായിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതി കൊണ്ടുപോയതാ. ഈ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ വിളിച്ചോണ്ട് ഇപ്പുണ്ടായിരുന്നു. അവരെ മാത്രമായിട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല. കാരണം ഞാൻ എന്തെങ്കിലും സാധനം വാങ്ങിയാലും ഇങ്ങോട്ട് വരുമ്പോ 3 പേർക്കും കൂടെ വാങ്ങുന്നത്. അപ്പൊ അവനെ മാത്രം കൊണ്ടുപോകാനായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് കൊണ്ടുപോയതാണ്. പിള്ളേരെല്ലാം നമുക്ക് നമ്മളെ സ്വന്തം. പിള്ളേർക്ക് എന്താ അറിയാ, പിള്ളേരെന്ത്. അപ്പം അത്രേ ഉള്ളൂ വീഡിയോ. അപ്പം ഇതൊക്കെ നിങ്ങളെന്ന് കാണിക്കാന്നും കൂടെ വിചാരിച്ചു. ഓക്കെ, അപ്പം ഞാൻ അവസാനം അവൻ പറഞ്ഞ കാര്യങ്ങളാണ് ആദ്യം വെച്ചിട്ടുള്ളത്. അവസാനം അവന് ടോട്ടലൊന്ന് സമ്മപ്പ് ചെയ്ത് പറഞ്ഞാണ് വീട്ടിൽ പോയപ്പോൾ ഇങ്ങനെ അമ്മയൊന്നും പറഞ്ഞില്ല, പക്ഷേ മിസ്റ്റർ തങ്കു ഇങ്ങനെയെല്ലാം പറഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനത് ആദ്യം പറഞ്ഞല്ലോ. ഒരു പക്ഷേ ഇങ്ങനെയുള്ള വിചാരം കൊണ്ടായിരിക്കാം. പക്ഷേ അത് വിളങ്ങുതടിയായി നിൽക്കേണ്ട കാര്യം പുള്ളിക്കാരനില്ല. കണ്ടില്ലേ പൊക്കോ എന്ന് പറയേണ്ട ഒരു ആവശ്യകത പുള്ളിക്കാരനില്ല. ഇത് അവൻ്റെ സഹോദരനാണ്. മാന്യമായ രീതിയിൽ രേണുവിനെ വിളിച്ചിട്ട് എന്താ വെച്ചാൽ ചെയ്തോ എന്ന് പറയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അവിടെ അത് അയാളുടെ ഭാഗത്ത് നിന്ന് വന്ന വലിയ വീഴ്ചയാണ്. അത് ഞാൻ 100% ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ചേച്ചീൻ്റെ സഹോദരീൻ്റെ മക്കളെ റിതപ്പനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാനുള്ള മടി കൊണ്ടും ബാക്കി കുട്ടികളെയും റിതപ്പന് തുല്യം കണ്ടതുകൊണ്ടും ആ കുട്ടികളെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. എന്തിനാണ് എൻ്റെ കൊച്ചുങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് നമ്മുടെ രമ്യ ചേച്ചി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരണമെങ്കിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ വീണ്ടും അവർ വീട്ടിലെത്തോളം ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റ് കൂടുമ്പോൾ വിളിക്കുന്നുണ്ടായിരുന്നു എന്നും ഇവൻ പറയുന്നുണ്ട്. അവരുടെ ഉള്ളിൽ തന്നെ അറിയാം. ആ ഒരു നിപ്പിൽ, സംസാരത്തിൽ, അവരുടെ ആ ഒരു മാനറിസത്തിൽ, സ്വരത്തിൽ മനസ്സിലാവും കൊച്ചിനെ കൊണ്ടുപോയതിൽ എന്തൊക്കെയോ അതൃപ്തി അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അവരുടെ പെരുമാറ്റത്തിൽ, അല്ലെങ്കിൽ സംസാരത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ടോണിൽ. അതിനുള്ള മറുപടിയായിട്ടാണ് ഇവർ പറയുന്നത്.
ഞങ്ങൾക്ക് 3 കുട്ടികൾ ഒരുപോലെയാണ്, ഞങ്ങൾ അങ്ങനെ അവരെ കണ്ടിട്ടുള്ളത്. ഒരു മുട്ടായി ഋതുപ്പിന് വാങ്ങുകയാണെങ്കിൽ ബാക്കി 2 മറ്റേ പിള്ളേർക്കും വാങ്ങുന്നുണ്ട് എന്ന രീതിയിൽ അവർ സംസാരിച്ചത് എന്തുകൊണ്ട് നല്ലതാണ്. കിച്ചുവിന് നല്ല മനസ്സുണ്ട്, കൂടപ്പിറപ്പുകൾ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. അവൻ്റെ അനിയനെ നോക്കണമെന്നുണ്ട്, അവനെ സന്തോഷിപ്പിക്കണമെന്നുണ്ട്, പുറത്ത് കൊണ്ടുപോകണമെന്നുണ്ട്. അതിനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും പൈസ അനുകൂലമാണെന്നുണ്ടെങ്കിൽ ഋതപ്പന് കിച്ചു സ്വർഗം കൊടുക്കുന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയം വേണ്ട. പിന്നെ ആ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയത്തില്ല, അവരൊക്കെ ഏത് രീതി നമ്മളോട് സംസാരിക്കുന്ന അറിയത്തില്ല. അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് അവർ ആദ്യം ആ വീട്ടിനകത്തോട്ട് കയറി പോകുന്നത്. വീട്ടിൽ കയറിയ സമയത്തും വീഡിയോയ്ക്കകത്തും ആകെ തങ്കപ്പനെയും രേണുവിൻ്റെ അമ്മേനെയും മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എന്താണെന്നറിയാം, തങ്കു ഇപ്പം എൻ്റെ വീഡിയോയുടെ താഴെ നിന്ന് വന്ന് കമൻറ്റ് ഇട്ട് ഞാൻ കാണാറില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു 2-3 കമൻറ്റൊക്കെ കാണാറുള്ളതാണ്. പുള്ളി ഏതോ വഴിയിൽ ചിലപ്പം ഇങ്ങനെ ചട്ട പഠിപ്പിക്കുന്ന ഇതിലും മകളുടെ സബ്സ്ക്രിപ്ഷൻ വഴി ക്യാഷ് ഏൺ ചെയ്യുന്നത് ലോക്കറിൽ വെക്കുന്ന തിരക്കിലും ബിസി ആയിരിക്കാം. മേ ബി. ഐ മിസ് യു തങ്കപ്പൻ ചേട്ടാ. പിന്നെ ഋതപ്പൻ്റെ വിഷയം അത് തന്നെ പറയാനുള്ളൂ. കുട്ടി ഒറ്റയ്ക്കായതിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ കുട്ടീൻ്റെ ഇതിലുണ്ട്, മനസ്സിലും മുഖത്തും ഒക്കെ പ്രകടമാണ്. ആ ഒരു സന്തോഷം, ആ ഒരു പ്രസരിപ്പ് ഒന്നും ആ കൊച്ചിൻ്റെ മുഖത്തില്ല. എന്താ പറ്റി എന്ത് പറ്റിയടാ, ഉഷാറില്ലല്ലോടാ. ഈ സാധനം തന്നെയാണ് ആ കൂട്ടുകാരുൾപ്പെടെ കിച്ചു ഉൾപ്പെടെ എല്ലാവരും അതിനെ തിരിച്ചു കൊണ്ട് വിടുന്നവരെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം അവർക്കും അറിയത്തില്ല. പറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ ഒറ്റയ്ക്കായി പോയതിൻ്റെ ആ ഒരു എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ മിണ്ടാട്ടം നിലച്ച് ഇങ്ങനെ വളരെ സൈലൻ്റായി നടക്കുന്നുണ്ടെങ്കിൽ സമയം കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇനി ആ കുട്ടീനെ പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ മനസ്സിന് കുറച്ചൊരു റിലാക്സിയേഷൻ കിട്ടുന്നുണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഇപ്പോൾ ഒരു വീടാവുന്ന സമയത്ത് ചർച്ചകളുണ്ടാവും, സംസാരങ്ങളുണ്ടാവും. ആ സംസാരങ്ങളിലോ ചർച്ചകളിലോ കിച്ചുവിനെ കുറിച്ച് ഒരു ഇമ്പ്രഷൻ ബാഡായിട്ട് കിട്ടിയതുകൊണ്ടാണോ അറിയില്ല, അല്ലെങ്കിൽ സ്വന്തം അമ്മേനെ കുറിച്ചിട്ടോ വീട്ടുകാര്യങ്ങളോ സംസാരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് നെഗറ്റീവ് അടിച്ചിട്ട് അത് മനസ്സിൽ തങ്ങി നിൽക്കുന്നതുകൊണ്ടാണോ അറിയില്ല. ഇനി ഏതെങ്കിലും രീതിയിൽ ശാരീരിക അസ്വസ്ഥതകളോ മറ്റോ ഉള്ളതുകൊണ്ടാണോ അറിയത്തില്ല. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ആ കുട്ടീൻ്റെ മൗനത്തിന് പിന്നെ. നമ്മളെ വീട്ടിലൊക്കെ മക്കളുള്ളതാണ്, അപ്പോൾ നമുക്ക് ഏകദേശം അറിയാം കുട്ടികളുടെ മുഖം വാടുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ട് അതിൻ്റെ പുറകിൽ എന്നുള്ളത് ചിന്തിച്ച് നോക്കാവുന്നേ ഉള്ളൂ. എന്താണെങ്കിലും സ്റ്റേ ഹാപ്പി. ബ്രദറിനെ കൈവിടണ്ട, ഋതപ്പനെ നോക്കുക. ആ വീഡിയോ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അവരുടെ ഇടയിൽ ആ ഒരു കണക്ഷൻ കാലാകാലം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ